ശുഭനാർ വ്ലോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യമായിട്ട് എന്നെ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇന്നലെ പറഞ്ഞ ഒരു വീഡിയോയുടെ ഒരു ശകല ഭാഗമെന്ന് പറഞ്ഞിട്ട് നമുക്ക് വീഡിയോയിലോട്ട് പോകാം കേട്ടോ. അപ്പോൾ എന്താണെന്നറിയുമോ, ഇന്നലെ ഞാൻ ഒറിജിനൽ കസ്തൂരി മഞ്ഞളിനെ പറ്റി കുറച്ചൊന്ന് പറഞ്ഞിരുന്നില്ലേ. അപ്പോൾ ഒരുപാട് ആൾക്കാർ ഇന്നലെ വന്നിട്ട് എൻ്റെ വാട്സപ്പിൽ വന്നിട്ട് ശുഭേ ഒറിജിനൽ ഇത് ബിസ്ക്കറ്റിൻ്റെ കളറാണ്, ഗോതമ്പിൻ്റെ കളറാണ്, ഇത് എവിടെ നിന്നാണ് വാങ്ങിക്കുന്നത്, ശുഭ എവിടെ നിന്നാണ് വാങ്ങിക്കുന്നത്, ഇങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഞാൻ വാങ്ങിക്കുന്നിടത്തുനിന്ന് എനിക്ക് പോലും ഞാനിങ്ങനെ കാല് പിടിച്ചാണ് കുറച്ച് നമ്മൾ വാങ്ങിക്കുന്നത്. ഒരു ആയുർവേദം അവർ വാങ്ങിക്കുന്നിടത്തുനിന്ന് ഞാൻ അവരുടെ കാല് പിടിച്ച് എനിക്ക് കുറച്ച് എനിക്ക് എൻ്റെ ആവശ്യത്തിന് കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ എനിക്ക് തരാനൊന്നുമില്ല. നിങ്ങൾ നല്ല അങ്ങാടിക്കടയിൽ ചോദിച്ചാൽ മതി, നല്ല ഒറിജിനൽ കസ്തൂരി മഞ്ഞൾ കിട്ടും. പിന്നെ നമുക്ക് സ്ഥലവും പറമ്പൊക്കെ ഉള്ളവരാണെങ്കിൽ നമുക്ക് ഇത് നമുക്ക് ഒരു മഞ്ഞളിൻ്റെ ഒരു കഷ്ണം നമ്മൾ നട്ട് പിടിപ്പിച്ചാൽ മതി, നമുക്ക് ഇഷ്ടം പോലെ കിട്ടും. പിന്നെന്താ അങ്ങനെയൊക്കെയായിരുന്നു ഒത്തിരി ക്വസ്റ്റ്യൻസ് വന്നത് കേട്ടോ. പിന്നെ ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ട് ശുഭ ഒരു നല്ല ഗോതമ്പിൻ്റെ കളർ, അല്ലെങ്കിൽ ഒരു ബിസ്ക്കറ്റിൻ്റെ കളർ, അല്ലെങ്കിൽ ക്രീം കളറാണ് നമ്മുടെ യഥാർത്ഥ കസ്തൂരി മഞ്ഞളിന്. പക്ഷേ പൊടിച്ച് കഴിയുമ്പോൾ പിന്നെ ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ട് ഇത് വെളിയിൽ കൊണ്ട് പൊടിപ്പിക്കണമെന്ന്. എൻ്റെ പൊന്നു മക്കളെ, വെളിയിലൊന്നും കൊണ്ട് പൊടിപ്പിക്കേണ്ട, നമ്മുടെ ആ മിക്സിയുടെ പൊടിക്കുന്ന ആ ജാറിലോട്ട് ഇട്ടൊന്ന് ഒന്ന് കറക്കിയാൽ മതി. അപ്പോൾ നമുക്ക് നന്നായിട്ട് അത് പൊടിഞ്ഞു കിട്ടും. ഞാൻ ഇന്നലെ അത് കാണിച്ചില്ല, ഞാൻ താഴേക്ക് കൊണ്ടുപോയത് ഞാൻ നിങ്ങളെ കാണിച്ചില്ല. അതിൻ്റെ പൊടി അത് നല്ല സൂപ്പറാണ് കേട്ടോ. നമ്മൾ ഈ കസ്തൂരി മഞ്ഞളെന്ന് പറയുന്ന ഒരുപാട് ഗുണങ്ങളുള്ള സാധനമാണ് കേട്ടോ. കസ്തൂരി മഞ്ഞളും പാലും, അല്ലെങ്കിൽ കസ്തൂരി മഞ്ഞളും തൈരും, ഇതൊക്കെ നമ്മുടെ മുഖത്ത് എന്നും ഇടാൻ പറ്റിയ, വീട്ടമ്മമാർക്ക് വീട്ടിലിരുന്ന് തന്നെ എന്നും ഇടാൻ പറ്റിയ സാധനങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇന്നലെ കസ്തൂരി മഞ്ഞളിനെ പറ്റിയായിരുന്നു വാട്സപ്പ് നിറയാൻ വന്നത്. അപ്പം എല്ലാവർക്കും അറിയാം കേട്ടോ ഇതിങ്ങനെ ഈ കളറാണെന്നും. പിന്നെ ഒത്തിരി പേരെൻ്റെ അടുത്ത് പറഞ്ഞു കേട്ടോ, ശുഭയെ മുഖത്തിടുമ്പോൾ മുഖം ഇങ്ങനെ നീറുന്ന പോലെ വരും. ഇപ്പോഴല്ലേ പറഞ്ഞു തന്നെ ശുഭയ്ക്ക് ഒരുപാട് താങ്ക്സ്. പിന്നെ ഇത്രയും നന്നായിട്ട് പറഞ്ഞു തന്നതിന് ഒരുപാട് താങ്ക്സ് എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി പേര് എനിക്ക് അതിനെപ്പറ്റി പറഞ്ഞു കൊടുത്തതിന് താങ്ക്സ് പറഞ്ഞു ഒത്തിരി പേര് വീഡിയോ വാട്സപ്പിൽ വന്നിട്ടുണ്ട് കേട്ടോ. ഒത്തിരി സന്തോഷം കേട്ടോ ഇതൊക്കെ കേൾക്കുമ്പോൾ. കാരണം നമുക്കറിയാവുന്ന കാര്യം മറ്റൊരാളുടെ അടുത്ത് പറഞ്ഞു കൊടുത്തുകൊണ്ട് ഒരു ദോഷവും നമുക്ക് വരാനില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്നോ, ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങളെ കാണിക്കാവേ. നമ്മുടെ മിഡാസ് എന്ന് ഞാൻ പറഞ്ഞില്ലേ 2-3 ദിവസമായിട്ട്. ഇതാണ് നമ്മുടെ മിഡാസ് ബ്യൂട്ടി മാർട്ട് കൊച്ചി. കണ്ടോ, ഇത് നമുക്ക് കുറച്ച് സാധനങ്ങളേ ഉള്ളൂ, പക്ഷേ ഇതിൻ്റെ വില, ഇതിനകത്ത് കുറച്ച് സാധനങ്ങളേ ഉള്ളൂ, പക്ഷേ ഭയങ്കര എക്സ്പെൻസീവായ പ്രോഡക്റ്റ്സുകളാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് നല്ല ബ്രൈഡൽ, ഇപ്പോൾ എന്തായാലും എത്ര എക്സ്പെൻസീവ് എത്ര കോസ്റ്റ്ലി ആണെങ്കിലും നമുക്ക് ബ്രൈഡൽ മേക്കപ്പ് ഭംഗിയായിട്ടും വൃത്തിയായിട്ടും നല്ല ഗ്ലോ ആയിട്ടും ചെയ്യണമെങ്കിൽ ഈ പ്രോഡക്റ്റ്സ് ഒക്കെ നമുക്ക് വേണം. അപ്പോൾ ഞാൻ ഓരോന്നായിട്ട് എന്തൊക്കെയാണ് വാങ്ങിച്ചതെന്ന് ഇവിടെ സ്റ്റാൻഡിൽ കറക്റ്റായിട്ട് ഫോൺ വയ്ക്കട്ടെ, എന്നിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. നിങ്ങളോർക്ക് ഒരുപാട് സാധനങ്ങളുണ്ടെന്ന്, ഒരുപാട് സാധനങ്ങളൊന്നുമില്ല, എൻ്റെ കയ്യിലുണ്ടല്ലോ. എൻ്റെ കയ്യിൽ കുറേ സാധനങ്ങൾ, എൻ്റെ മേക്കപ്പ് ബോക്സിനകത്ത് കുറേ സാധനങ്ങളുണ്ട്, ബ്രഷസും കാര്യങ്ങളും, ഓരോന്നിനും ഓരോ ബ്രഷ് ഉണ്ട് കേട്ടോ. അപ്പം നിങ്ങളെപ്പോൾ ഞാൻ ബ്യൂട്ടീഷ്യൻ മേക്കപ്പ് ക്ലാസ് പഠിപ്പിക്കുമല്ല, എന്നാലും ഞാൻ പറഞ്ഞു തരുവാ. നമുക്ക് കണ്ണെഴുതുന്നതിന്, ഐബ്രോസ് എഴുതുന്നതിന്, പ്രൈമർ ഇടുന്നതിന്, കൺസീലർ ഇടുന്നതിന്, കണ്ണിനും എല്ലാം ഉണ്ട് കേട്ടോ. അപ്പം അതിൻ്റെയൊക്കെ ബ്രഷസ് എനിക്ക് നേരത്തെ എൻ്റെ മുൻപ് തന്നെയുണ്ട്. ആ ബ്രഷിന് തന്നെ ഒരെണ്ണത്തിനൊക്കെ 1000, 2000 ഒക്കെ വിലയാണ് കേട്ടോ. 500-ന് താഴെയുള്ള ബ്രഷസൊക്കെ റെയറായിട്ടേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ വാങ്ങിച്ചേക്കുന്ന പ്രോഡക്റ്റ് നിങ്ങളെ കാണിച്ചു. ഫസ്റ്റ് ഞാൻ വാങ്ങിച്ചേക്കുന്ന കുറച്ച് ഹെയർ പിന്നുകൾ, അതൊന്നും കാണേണ്ട കാര്യമില്ലല്ലോ, എടുക്കുന്നേ ഉള്ളൂ കേട്ടോ. നല്ലൊരു മിറർ വാങ്ങിച്ചു, എനിക്കിവിടെ ഉണ്ടായിരുന്നുവെങ്കിലും കണ്ടപ്പോൾ ഒരു ഭംഗി. പിന്നെ ഞാൻ സത്യം പറഞ്ഞാൽ ഇതൊന്നും വാങ്ങിച്ചിട്ട് എടുത്ത് നോക്കിയില്ല കേട്ടോ. വാങ്ങിച്ച് അവിടെ കൊണ്ടു വെച്ചതാണ് കേട്ടോ. ഇത് ഒരു ലിപ് ബാമാണ് കേട്ടോ, നല്ലൊരു ലിപ് ബാമാണ്. ഇത് ഫോറെവർ എന്ന് പറഞ്ഞ ഒരു കമ്പനിയുടെ ഒരു ലിപ് ബാമാണ്. അത് പൊട്ടിച്ച് കാണിക്കാതെ. ഇത് എന്തിനാണെന്ന് ചോദിച്ചാൽ, നമ്മളുടെ ബ്രൈഡിനൊക്കെ നമ്മൾ ഫസ്റ്റ് തന്നെ ഒരു ലിപ് ബാം ഇട്ടിട്ട് വേണം നമുക്ക് ലിപ്സ്റ്റിക്ക് ഇട്ട് കൊടുക്കാൻ, എന്നാലേ ഉള്ളൂ. ചിലരുടെയൊക്കെ വരണ്ടൊക്കെ ഇരിക്കത്തില്ലേ, അതിന് വേണ്ടിയുള്ള നല്ലൊരു പ്രോഡക്റ്റ്സ് വാങ്ങിച്ചതാണ് കേട്ടോ. നമ്മുടെ കയ്യിൽ കുറേ ലിപ് ബാം ഒക്കെ ഉണ്ട്, എങ്കിലും ഇത് സൂപ്പറാണ് കേട്ടോ. പിന്നെ എന്നാലും എനിക്ക് എടുക്കത്തുള്ളൂ, എനിക്ക് നിങ്ങളെ കാണിച്ചു തരാൻ പറ്റും. വെച്ച് ഞാൻ ഇതൊക്കെ ഞാനിങ്ങനെ തുറന്ന് കാണിക്കുന്നില്ല കേട്ടോ. ഇതെന്താണെന്നറിയുമോ, ഇത് ഇതൊരു ഐബ്രോസ് ഷേപ്പ് ചെയ്യുന്നതിൻ്റെ 3 ഷെയ്ഡാണ് കേട്ടോ. ഇങ്ങനെ നിങ്ങൾക്ക് കാണാമല്ലോ, ഇത് കണ്ടോ, 3 ഷെയ്ഡാണ് കേട്ടോ. ബ്രൗണ്, ബ്ലാക്ക്, ഇങ്ങനെയൊക്കെ. സൂപ്പർ ബ്രൗൺ എന്ന് പറഞ്ഞ ഒരു കമ്പനിയുടെയാണ് കേട്ടോ. ഇതിൻ്റെ വില എത്രയാണെന്ന് ഇതിന് നമുക്ക് തുറന്ന് കാണിക്കാം.
ഇത് കണ്ടോ, ഇങ്ങനെ ഒരെണ്ണം വാങ്ങിച്ചു കേട്ടോ. അപ്പോൾ നമുക്ക് ഇത്രയും എൻ്റെ കയ്യിൽ സത്യം പറഞ്ഞാൽ ഞാൻ ഓരോ ബ്രഷായിരുന്നു ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് കേട്ടോ. ഇതുപോലെ പാലറ്റായിട്ട് ഞാൻ വാങ്ങിച്ചില്ല. അപ്പോൾ ഇതാ ഇത് ഇങ്ങനെ ബ്രഷ് താഴെപ്പോയി. ഇതാണ് ഐബ്രോ എഴുതുന്ന ബ്രഷ്. ഈ ബ്രഷ് കൊണ്ടാണ് നമ്മളിതാ ഇങ്ങനെ അതിനെ ഷേപ്പാക്കി കൊടുക്കുന്നത്. ആ ബ്രഷും ഇതിൻ്റെ കൂടെയുണ്ട്, പിന്നെ ഇതിൻ്റെ ഓരോ കളറും ഇതിൻ്റെ കൂടെയുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ ഐബ്രോസിന് പോലും ഇത്ര ഇത് ചുമ്മാ ഐബ്രോ പെൻസിൽ കൊണ്ടൊന്ന് വരച്ചാൽ പോരേന്ന് വിചാരിക്കും. അല്ല, ഇങ്ങനെ ഓരോ ഷെയ്ഡുകളുണ്ട്. ഇങ്ങനെ പാലറ്റായിട്ട് ഇങ്ങനെ വാങ്ങിച്ചു കേട്ടോ. അപ്പോൾ ഒത്തിരി സന്തോഷം ഈ ഒരു കാര്യം വാങ്ങിച്ചല്ലോ. പിന്നെ നമ്മൾ വീടൊക്കെ പണിയുമ്പോഴാണെങ്കിലും നമ്മൾ എന്ത് കാര്യത്തിലാണെങ്കിലും നമുക്ക് ഫസ്റ്റ് അതിൻ്റെ ഒരു അടിത്തറ നന്നായിട്ടിരുന്നാലല്ലേ ഉള്ളൂ അത് കെട്ടി വരുമ്പോൾ അടിത്തറ നന്നല്ലെങ്കിൽ അതെന്തെങ്കിലും ഒരു ഫലം ഉണ്ടോ? അപ്പോൾ നല്ലൊരു കമ്പനിയുടെ നമ്മൾ പി എസ് സി എന്ന് പറഞ്ഞ കമ്പനിയുടെ പി എസ് സിയുടെ നല്ല സൂപ്പറാകട്ടോ. നമ്മൾ പി എസ് സിയുടെ തന്നെ കണ്ണെഴുതുന്നുണ്ട്, നമ്മൾ പി എസ് സിയുടെ എല്ലാ കാര്യങ്ങളും ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പി എസ് സിയുടെ ഒരു മോയ്സ്ചറൈസർ വാങ്ങിച്ചു കേട്ടോ. സാധനം ഇത്രയേ ഉള്ളൂ, പക്ഷേ നല്ല റേറ്റാണ്. അപ്പോൾ ഇത് തുറന്ന് കാണിക്കാവേ. നല്ല രസമാണ് ഇതിൻ്റെ കുപ്പിയൊക്കെ കാണാൻ. ഇത് കണ്ടോ, നല്ല രസമുണ്ട് കേട്ടോ. നല്ല മണമാണ്. ഇതാണ് നമ്മൾ ബ്രൈഡിനെ ഫസ്റ്റ് ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ നല്ല ഇതുണ്ടോ, നല്ല ഭംഗിയുണ്ട് ഇതിനകത്ത്. പക്ഷേ ഇതിനകത്ത് കുറച്ചേ ഉള്ളൂ കേട്ടോ. ഞാനിത് തുറന്ന് നോക്കിയായിരുന്നു, കുറച്ച് ഭാഗത്തേ ഉള്ളൂ, പക്ഷേ നല്ല റേറ്റുമാണ്. പക്ഷേ മോയ്സ്ചറൈസർ സൂപ്പറായാൽ പിന്നെ നമുക്ക് എല്ലാം അങ്ങോട്ട് നല്ല ഗ്ലോ വരും. അതായത് ഡ്രൈ ആയിട്ടിരിക്കാതെ മോയ്സ്ചറൈസർ നല്ല സൂപ്പറായാൽ പിന്നെ അങ്ങോട്ട് എല്ലാം നല്ല ഭംഗിയായിട്ടിരിക്കും. പിന്നെ ബ്ലെൻഡ് ചെയ്യുന്നുണ്ടല്ലോ, കാണിച്ചു തരാവേ. ഞാൻ കാണിക്കാവേ, അതിൻ്റെ ഓർഡർ കാണിക്കാം. പിന്നെ ഈ പറഞ്ഞ പോലെ ഇത് കൺസീലറൊന്നും കാണേണ്ട കാര്യമില്ലല്ലോ. കൺസീലർ, പിന്നെ നമ്മുടെ ലൂസ് പൗഡറുണ്ട്. എന്ന് വെച്ചാൽ സാധാരണ നമ്മൾ പോൺസിൻ്റെ ഒക്കെ അങ്ങനത്തെ ലൂസ് പൗഡർ അല്ല, ബനാന പൗഡർ അല്ല ലൂസ് പൗഡർ എന്നൊക്കെ പറയും. ബ്രൈഡൽ മേക്കപ്പിന് മാത്രം നമ്മൾ ഓരോന്നും നമുക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ, അതായത് നമുക്ക് കറക്റ്റ് ചെയ്യാനുള്ള ഇതുണ്ട്. അതിട്ട് കഴിഞ്ഞിട്ട് ഫൗണ്ടേഷൻ ഇട്ട് കഴിഞ്ഞിട്ട് കൺസീലർ ഇട്ട് കഴിഞ്ഞിട്ടൊക്കെ നമുക്ക് വെറുതെ ഒരു ബ്രഷ് ഉണ്ട്. നമുക്ക് നല്ല ആ ബ്രഷ് അല്ല എൻ്റെ അതിനകത്തിരിക്കും. ഞാൻ ബ്രഷ് ഒന്നും ഇപ്പോൾ ഇവിടെ വാങ്ങിച്ചിട്ടില്ല കേട്ടോ. അപ്പം നമുക്ക് ബ്രഷ് ഉണ്ട്, അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഒന്ന് ടച്ച് ചെയ്ത് അതിനെ ഒന്ന് ഉറപ്പിച്ച് കൊടുക്കാം. അതിനുള്ള സാധനമാണ് കോമ്പാക്ട് പൗഡറും ഫിക്സിംഗ് പൗഡർ. എന്ന് വെച്ചാൽ നമ്മൾ ഈ രണ്ട് സാധനവും നമ്മുടെ കൈ വേണം. അതൊക്കെ നമ്മുടെ ഒരു കല അനുസരിച്ച് നമുക്ക് ഇട്ട് കൊടുക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ. കോമ്പാക്ട് പൗഡറും ഫിക്സിംഗ് പൗഡർ, ബനാന പൗഡർ, ലൂസ് പൗഡർ എന്ത് വേണമെങ്കിലും നമുക്ക് പറയാം. അപ്പോൾ അത് എടുത്ത പോലെ തന്നെ എടുത്ത് വെക്കട്ടെ. പിന്നെന്താ ഞാൻ തുറന്ന് കാണിക്കാവേ. പിന്നെ നമുക്ക് ബ്ലഷ് ഇടുക നമ്മൾ പറയത്തില്ലേ, ബ്ലഷ് ഇടുന്ന ഇവിടെ നമ്മളിങ്ങനെ ബ്ലഷ് ഇടുന്ന അതിൻ്റെ ആയിട്ടൊരു പാലറ്റ് വാങ്ങിച്ചു കേട്ടോ. എൻ്റെ കയ്യിലുണ്ടായിരുന്നു എങ്കിലും ഞാനൊരു പാലറ്റായിട്ട് അത് വാങ്ങിച്ചു കേട്ടോ. അപ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മൾ നല്ല പ്രോഡക്റ്റ്സ് നല്ല ഇങ്ങനെ കഴിഞ്ഞ ദിവസം നിങ്ങൾ എന്നോട് ചോദിച്ചില്ലേ പാലറ്റ് എന്താണെന്നൊക്കെ നിങ്ങൾ ചോദിച്ചില്ലേ. അപ്പോൾ ഞാൻ അങ്ങനെ നമ്മൾ ബ്ലഷ് ഇടുന്ന ഒരു പാലറ്റായിട്ട് വാങ്ങിച്ചു. പിന്നെ ഇതിൻ്റെയൊക്കെ കുറേ ഇവിടെ വേറെ ഇരിപ്പുണ്ട് കേട്ടോ. ഞാനിപ്പം ഇതെല്ലാം ഒരു എന്താ പറയുന്നത്, എല്ലാം കണ്ടപ്പം പുതിയ ഒന്ന് വാങ്ങിച്ചു എന്നേ ഉള്ളൂ കേട്ടോ. എല്ലാം എനിക്ക് 1ഉം 2ഉം ഒക്കെ ഇവിടെ ഇരിപ്പുണ്ട്. എന്നാലും 1ഉം 2ഉം ഓരോ ഓരോ ബ്രൈഡും വ്യത്യസ്തമാണ്. ഓരോ ബ്രൈഡിനും ഓരോ ഷേപ്പാണ്, ഓരോ കളറാണ്, ഓരോ എന്താ പറയുന്നത്, അങ്ങനെയൊക്കെ സ്കിന്ന് നമുക്ക് അങ്ങോട്ട് തുടങ്ങുമ്പോഴേ നമുക്കിത് ഏതാണ് നമുക്കങ്ങ് മനസ്സിലായി വരുമ്പോൾ നമുക്ക് നമ്മുടെ കയ്യിൽ എല്ലാ പ്രോഡക്ട്സും വേണം. അപ്പോൾ ഇത് കണ്ടോ, എനിക്ക് കാണിക്കാം. ഐഷാഡോ പാലറ്റ് ഞാൻ 2 എണ്ണം വാങ്ങിച്ചായിരുന്നേ. ഒന്നും കൂടെ ഉണ്ട്. നമ്മളിവിടെ ഇത് കണ്ടോ,
ഐ ഷാഡോ പാലറ്റായത് കേട്ടോ. അപ്പം എനിക്കിവിടെ കുറച്ചുണ്ട്, കുറച്ച് വേറെ ഉണ്ട്. എങ്കിലും ഞാൻ ഈ കളറുകളൊക്കെ നമുക്ക് ഇപ്പം ഐ ഷാഡോ എന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴും ഒരു ഈ കളറ് ഇതൊക്കെയാണ് നമ്മുടെ കണ്ണിൻ്റെ ഇട്ട് കൊടുക്കുന്നത്. പക്ഷേ നമുക്ക് ചിലർക്ക് നൈറ്റ് പാർട്ടി വരും, നമ്മുടെ ഇട്ടേക്കുന്ന ഡ്രസ്സിൻ്റെ അനുസരിച്ച്, ബ്രൈഡിൻ്റെ സാരിയുടെ അനുസരിച്ചൊക്കെ നമുക്ക് എടുക്കാനായിട്ട് പറ്റിയ ഒരു പാലറ്റായത് കേട്ടോ. അപ്പോൾ അതും നമുക്ക് ഇവിടെ ഒരു മിററൊക്കെ ഉണ്ട്. അപ്പം അതും അടച്ചു വെച്ചു. ഇതുപോലത്തെ 2 എണ്ണം ഞാൻ വാങ്ങിച്ചു കേട്ടോ. പിന്നെ കുറേ ഹെയർ പിന്നും അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ അങ്ങനെ വാങ്ങിച്ചു. പിന്നെ നമ്മൾ വാങ്ങിച്ചത് പിന്നെ ഐ പ്രൈമറാണ് ഇത്. അതായത് പിന്നെ നമ്മുടെ സ്കിന്നിൽ നമ്മൾ പ്രൈമർ ഇട്ട് കൊടുക്കുമല്ലോ, അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. പ്രൈമർ ഇട്ട് കൊടുക്കുന്ന പോലെ തന്നെ നമ്മൾ ഐ മേക്കപ്പ് തുടങ്ങുന്നതിന് മുന്നേ ആയിട്ട് പ്രൈമർ സ്റ്റാർട്ട് ചെയ്തിട്ടാണ് നമ്മൾ ബാക്കി എല്ലാ പണികളും നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് കണ്ടോ, ഇതാണ് ഐ പ്രൈമർ. അപ്പോൾ ഇത് നമുക്ക് നല്ല കോസ്റ്റ്ലി ആകട്ടോ ഐ പ്രൈമർ എന്നൊക്കെ പറയുന്നത്. ഇങ്ങനെയാണ് ഇത് തുറന്നിട്ട് ഇതിങ്ങനെ എടുക്കുക ചെയ്യുന്നത് കേട്ടോ. നമ്മൾ ബ്രഷ് കൊണ്ടോ നമ്മുടെ കൈ കൊണ്ടോ ഏറ്റവും നല്ല ഒരു ബ്ലെൻഡിങ്, നമ്മൾ ബ്ലെൻഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സ്പോഞ്ചൊക്കെ ഉണ്ടല്ലോ, അതിലൊക്കെ നല്ല നമ്മുടെ കൈ തന്നെയാണ്. നമുക്ക് നന്നായിട്ട് ഇതെടുത്തിട്ട് ഫസ്റ്റ് ഐ പ്രൈമറാണ് കണ്ണിൽ നമ്മൾ, എന്നിട്ടാണ് പിന്നെ ഐ ഷാഡോ കാര്യങ്ങൾ അതും ഇതും എല്ലാം ഉണ്ട് കേട്ടോ കണ്ണിനും. അപ്പോൾ ഒരു ഐ പ്രൈമർ വാങ്ങിച്ച്, പിന്നെ ഇതൊക്കെ എൻ്റെ ചെറിയ മിററാണ്. പിന്നെ ഫൗണ്ടേഷൻ നിങ്ങളെ കാണിച്ചില്ലല്ലോ. ഇതാണ് കേട്ടോ മാക്കിൻ്റെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. കണ്ടോ 5000 എബോവ് ആകട്ടോ. അപ്പോൾ അധികം ഇതിൻ്റെ ചെറുതുണ്ടോ എന്ന് എനിക്കറിയില്ല, എങ്കിലും ഇതൊരു മീഡിയം ആകട്ടോ, ഒരു മീഡിയം ടൈപ്പാണ്. ഇതുണ്ടോ ഇത്. പക്ഷേ ഇതാരാളെന്നറിയാമോ? നമ്മുടെ ഫിലിം ഇൻഡസ്ട്രിയിലെ സീരിയലിൽ ഒക്കെ ഉപയോഗിക്കുന്ന ഒരു, സീരിയലിലെ ആൾക്കാരും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു ഫൗണ്ടേഷനാണിത്. നമ്മൾ ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ നമുക്ക് നമ്മുടെ ആ ഒരു നമ്മുടെ ഈ കാലാവസ്ഥയ്ക്ക് നമുക്ക് ക്രൈലോൺ, ഡെർമ ഇതൊക്കെ നമുക്ക് ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്യാം ഇത് കേട്ടോ. ഇപ്പം ഈ ഒരു സാധനം മാത്രം നമ്മുടെ മുഖത്ത് അടിച്ച് തേച്ച് വെക്കണമെന്നൊന്നും ഒരു നിർബന്ധവും ഇല്ല. ഇതിൻ്റെ കൂടെ നമുക്ക് ഡെർമയുടെ അതൊക്കെ ഓരോ ഷെയ്ഡ് കേട്ടോ. അപ്പം നമ്മളത് മിക്സ് ചെയ്യാം. ഇപ്പം മാക്കിൻ്റെ തന്നെ യൂസ് ചെയ്യണമെന്നില്ല. ആ പ്രോഡക്ട്സിൻ്റെ കൂടെ മാക്കും കൂടെ കുറച്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ഗ്ലോ കിട്ടുന്ന ഒരു, എന്താ പറയുന്നത്, ഇപ്പം വെളുപ്പിലല്ല കാര്യം, നമുക്ക് ബ്രൈഡിനെ കണ്ടാൽ നമുക്ക് സൂപ്പറാകും. എൻ്റെ കയ്യിൽ ഇതുണ്ടായിരുന്നു, ചെറുതായിരുന്നു, അത് തീർന്ന് ഞാൻ അതിനകത്തെ വരെ ഊറ്റിയെടുത്തിട്ട് ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്. അതെൻ്റെ തീർന്നാകൊണ്ട് ഒരെണ്ണം കുറച്ച് വലുത് ഞാൻ വാങ്ങിച്ചു. ഇതിൻ്റെ മുന്നേ ചെറുതുണ്ടായിരുന്നു എൻ്റെ കയ്യിൽ, അത് എറണാകുളത്ത് നിന്നാണ് വാങ്ങിച്ച മിഡാസി. പക്ഷേ ഞാൻ പോയിട്ടില്ല, ആദ്യമായിട്ടാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ ആൾ മാക്കിൻ്റെ പൊട്ടിയല്ല. അപ്പോൾ അതായത് ഈ ഒരു സാധനം വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ആൾ. പിന്നെ ഉണ്ടല്ലോ, പിന്നെ ഇത് നമ്മുടെ ഐ മേക്കപ്പിൻ്റെ പ്രോഡക്റ്റ്സാണ് കേട്ടോ. നമ്മൾ കാണിച്ചില്ലേ, പ്രൈമർ ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ ഒരു ബേസ് ഉണ്ട് കേട്ടോ, 4 hourൻ്റെ ആണ്. ഇത് കണ്ടോ, ഒരു ഐ ഷാഡോ ബേസാണ് കേട്ടോ. ഇതിട്ട് കൊടുത്തിട്ടാണ് നമ്മൾ ഐ ഷാഡോ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഐക്ക് എന്തെല്ലാം ഐ തന്നെ സ്മൂത്തി ഐസ് ഉണ്ട്, അങ്ങനെ 3 തരത്തിൽ നമുക്ക് അതൊക്കെ ബ്രൈഡിൻ്റെ ആവശ്യം അനുസരിച്ച് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഐ ഷാഡോ ബേസ് ഉണ്ട്, ഐ ഷാഡോ പ്രൈമർ ഉണ്ട്, ഇനി ഐ ഷാഡോയുടെ പാലറ്റ് നമ്മൾ കണ്ടല്ലോ. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മേക്കപ്പ് പ്രോഡക്റ്റ്സ് എന്ന് പറഞ്ഞ് നമുക്ക് ഉണ്ട്. എല്ലാം നല്ല എനിക്ക് ആവശ്യമായിട്ടുണ്ടായിരുന്ന എന്തായിരുന്നറിയുമോ, എല്ലാം നല്ല പ്രോഡക്ട്സ്, നല്ല ഇപ്പം നമ്മൾ മാക്കിൻ്റെ ആണെങ്കിലും 4 hourൻ്റെ ആണെങ്കിലും PSG ആണെങ്കിലും അങ്ങനെയുള്ള പ്രോഡക്ട്സ്, ഷുഗറിൻ്റെ ആണെങ്കിലും അങ്ങനെയുള്ള പ്രോഡക്ട്സ് എനിക്ക് വാങ്ങിക്കണമെന്നായിരുന്നു ആഗ്രഹം. അപ്പം എല്ലാ സാധനങ്ങളും എന്ന് പറയുന്ന പോലെ എൻ്റെ കയ്യിലില്ലാത്തതെല്ലാം എനിക്ക് കിട്ടി. പിന്നെ നമ്മൾ ഐ ജെല്ലാകട്ടോ, നമ്മൾ കണ്ണെഴുതുന്ന പെൻസിലാണ്, കാജലല്ല പെൻസിലാണ്. നമ്മൾ കണ്ണിൻ്റെ അകത്തൂടെ നമ്മുടെ രഞ്ജിമാർ പറഞ്ഞ സാധനമാകട്ടോ, നമ്മുടെ കണ്ണിൻ്റെ അകത്തേക്ക് ഞാൻ കാജലും കൊണ്ട് എഴുതിക്കൊണ്ടിരുന്നത്. കാജലുണ്ട്, പിന്നെ എനിക്ക് ഐ ജെല്ലുണ്ട് കേട്ടോ, മറ്റേ എൻ്റെ ബോക്സിനകത്ത് എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഐ ജെല്ല്, കൺമഷി പോലിരിക്കും. ആ ഐ ജെല്ല് നമ്മൾ പെൻസിൽ കൊണ്ട് അതിൻ്റെ പെൻസിൽ വെച്ച് നമ്മളിങ്ങനെ എഴുതുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നല്ല വിടർന്നിരിക്കും കണ്ണ് കേട്ടോ. ഞാൻ കൊച്ചി പോയപ്പോൾ അതുകൊണ്ട് എഴുതിയത്, ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞായിരുന്നെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ. അപ്പോൾ പക്ഷേ ഇത് എൻ്റെ പുതിയ അറിവാകട്ടോ. പുതിയ അറിവെന്ന് പറഞ്ഞാൽ നമ്മൾ ഇതും കൊണ്ട് നമ്മൾ എഴുതിയിട്ടില്ല. ഇത് നമ്മുടെ മുൻപൊക്കെ നമ്മൾ ഐബ്രോസ് എഴുതിക്കൊണ്ടിരുന്ന പെൻസിലില്ലേ, ഐ പെൻസിൽ എന്ന് പറഞ്ഞ പോലെ ഉള്ള ഒരു പെൻസിൽ ഞാൻ പൊട്ടിച്ചില്ല കേട്ടോ. ഇത് ഫസ്റ്റ് ബ്രൈഡിനെ പൊട്ടിക്കുന്നുള്ളൂ. ഇത് കണ്ടോ, ഇത് ഇങ്ങനെ ഇരിക്കും കണ്ടോ. ഇത് പെൻസിലാകട്ടോ, ഇതിന് 1600 ഇതിൻ്റെ പ്രൈസ്. പിന്നെ ഇനിയിപ്പം അടുത്തതൊക്കെ കുറേ
പിന്നെ ഞാൻ നല്ലൊരു ഐലൈനർ വാങ്ങിച്ചു. ഐലൈനർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പം നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നൊക്കെ കുറേ ഐലൈനർ ഉണ്ട് എൻ്റെ കയ്യിൽ, പക്ഷേ എല്ലാം സാധാ എന്ന് പറഞ്ഞാൽ ബ്രൈഡിനെ എഴുതിക്കുന്ന ഐലൈനറാണ്, എങ്കിലും ഈ ഒരു ഐലൈനർ എൻ്റെ കയ്യിലായിരുന്നു. ഇതൊക്കെ ഉണ്ടല്ലോ ഇങ്ങനെ ഒന്ന് ഇടിച്ചിട്ട് ഇങ്ങനെ ഒറ്റ ഇതിനങ്ങ് പോയാൽ അങ്ങ് നല്ല തിന്നായിട്ട് അങ്ങ് പോകും. പിന്നെ നമുക്ക് സ്മോക്കി ഐസ് അങ്ങനെ ഓരോന്നൊക്കെ ആകണമെങ്കിൽ നമ്മൾ ബ്രഷ് കൊണ്ട് നമ്മുടെ കൈവിരുത് അതൊക്കെ നമ്മുടെ കൈ കൊണ്ട് ഇങ്ങനെ അതിൻ്റെ ഇതിലാക്കുകയാണ് നമ്മൾ പിന്നെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പ്രോഡക്റ്റ്സ് എല്ലാം നല്ല സൂപ്പർ ഉണ്ടോ, നമ്മളെ കൊണ്ട് അത് നല്ല ഇതിലാക്കാൻ പറ്റും. അതാണ് ബ്രൈഡൽ മേക്കപ്പിൻ്റെ വിജയം. അപ്പം ഇത് ഒരു ഐലൈനർ ആകട്ടെ, തുറന്ന് കാണിക്കണം. ഇത് പൊട്ടിച്ചില്ല കേട്ടോ, ഇത് പൊട്ടിച്ചിട്ടില്ല. അപ്പം അങ്ങനെ ഇരിക്കട്ടെ. ഇതാണ് ഇത്രയേ ഉള്ളൂ സാധനം, പക്ഷേ ഇവൻ കോസ്റ്റ്ലിയാണ്. പിന്നെ ഞാൻ ഒരു ബ്രഷ് വാങ്ങിച്ചു കേട്ടോ, കോണ്ടൂർ ബ്രഷ് വാങ്ങിച്ചു. ഒരു ബ്രഷ് അങ്ങനെ വാങ്ങിച്ചു കോണ്ടൂർ ചെയ്യാനായിട്ട്. അതായത് കോണ്ടൂർ എന്ന് പറഞ്ഞാൽ നമ്മുടെ വലിയ മൂക്കിനെ ഇങ്ങനെ ചെറുതാക്കാൻ, നമ്മുടെ ഷേപ്പാക്കി നമ്മളെ കൊണ്ടുവരാനാണ് കോണ്ടൂർ എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു ബ്രഷ് വാങ്ങിച്ചു കേട്ടോ, 650 രൂപ. പിന്നെ രൂപ പ്രശ്നമല്ല കേട്ടോ, എനിക്ക് ഇങ്ങനെ ഇതെല്ലാം വാങ്ങിക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. പിന്നെ എൻ്റെ സെൽഫ് യൂസിനായിട്ട് ഞാനൊരു കാജൽ വാങ്ങിച്ചു. നിങ്ങൾ ചോദിക്കുമല്ലോ ഇപ്പോഴും ശുഭ ഏത് കാജൽ വെച്ചാൽ, എൻ്റെ പൊന്ന് എന്താ പറയുന്നത്, എൻ്റെ ചേച്ചിമാരെ അനിയത്തിമാരെ എൻ്റെ എല്ലാ ആൾക്കാരോടും ഞാൻ പറയുക, എൻ്റെ കയ്യിൽ കിട്ടുന്ന ഏതാണോ അത് വെച്ച് ഞാൻ എഴുതും. കാരണം എനിക്ക് നല്ല കറുപ്പ് വേണം, അത്രയുള്ള ആഗ്രഹം. പക്ഷേ തീരെ ലോയിൽ തീരെ ഒരു 100 രൂപ 90 രൂപ 80 രൂപയുടെ അത് കൊള്ളത്തില്ല കേട്ടോ. ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുമല്ലോ, ഇതിപ്പം സൂപ്പർ കോൾ എന്ന് പറഞ്ഞ ഒരു കമ്പനിയുടെയാണ്, മൈഗ്ലാമിയുടെ കമ്പനിയുടെയാണ്. പക്ഷേ നല്ല മൈഗ്ലാം എന്ന് പറഞ്ഞ കമ്പനി നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുള്ളതല്ലേ. 350 രൂപ കേട്ടോ ഇതിന്. പക്ഷേ നല്ല സൂപ്പറാകട്ടോ കണ്ണെഴുതാൻ. ഇത് ഞാൻ മാറ്റി വയ്ക്കട്ടെ, ഇത് എനിക്കായിട്ട് ഞാൻ വാങ്ങിച്ചത്. നമുക്ക് ഇത്രയും വലിയ രൂപയുടെ ഒന്നും എടുത്ത് നമുക്ക് സെൽഫ് യൂസിന് എടുക്കേണ്ട കാര്യമില്ല, നമുക്ക് ഇത് മതി. ഇത് സൂപ്പറാണ് കേട്ടോ. പിന്നെ ഒരു കൺസീലറേ, നമ്മുടെ ഐ കൺസീലറാണ് കേട്ടോ. പൊട്ടിച്ചു. ഇപ്പോൾ മനസ്സിലായല്ലോ, ഐ മേക്കപ്പിന് തന്നെ ഇപ്പോൾ ബ്രൈഡിൻ്റെ കണ്ണ് ഇത്രയും മനോഹരമായിട്ട്, നിങ്ങൾ ആ ബ്രൈഡിനൊക്കെ കണ്ണ് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവരെത്ര മനോഹരമാക്കിയിട്ടാണ് പ്രൊഫഷണൽ മേക്കപ്പ് ആർട്ടിസ്റ്റ് അത് കൈകാര്യം ചെയ്ത് വയ്ക്കുന്നത് കണ്ടിട്ടുണ്ടോ? അപ്പോൾ അതിൻ്റെ പ്രോഡക്റ്റ്സ് നിങ്ങൾ കണ്ടോ, എന്തെല്ലാം കാര്യങ്ങളുണ്ടെന്ന്. അപ്പോൾ ഐക്ക് വേണ്ടി തന്നെയാണ് നമ്മൾ എന്തൊക്കെ കണ്ടു, ബേസ് കണ്ടു, പ്രൈമർ കണ്ടു, കണ്ടോ, ഇത് ഫോറെവറിൻ്റെ ആണ്. എന്തെല്ലാം ഈ നമ്മുടെ ഫേസിലുള്ള പോലെ തന്നെ നമുക്ക് നമ്മുടെ കണ്ണിൻ്റെ എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഇത്രയും ഞാൻ ഈ 4 വാങ്ങിച്ചത് കേട്ടോ. നമുക്ക് നല്ലൊരു ഇതിൻ്റെ ആവശ്യമേ ഉള്ളൂ. ഇതാണ് ഏറ്റവും നല്ലത്. ഈ 4 നമുക്ക് മിക്സ് ചെയ്ത് യൂസ് ചെയ്യാം. എടുത്ത് വെക്കാം. ആദ്യമായിട്ട് എൻ്റെ അടുത്ത് ഏത് ബ്രൈഡാണോ വരുന്നത്, ജനുവരിയിലെ ബ്രൈഡായിരിക്കും, അതിന് പിന്നെ ഒന്നും കിട്ടിയിട്ടില്ല. ആ ബ്രൈഡിൻ്റെ ഭാഗ്യം ഇത് ഞാൻ പറയുക കേട്ടോ. കാരണം ഏറ്റവും നല്ല പ്രോഡക്റ്റ്സ് അതാണ്. പിന്നെ കുറേ സെറ്റിപ്പിന് അതും ഇതുമെല്ലാം വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ കുറേ ലൂസായിട്ട് കുറേ ഇത് വാങ്ങിച്ചു കേട്ടോ. ഇതുപോലത്തെ കുറേ എണ്ണം വാങ്ങിച്ചു. പിന്നെ വേറൊരു ബ്രഷും കൂടെ ഞാൻ വാങ്ങിച്ചു കേട്ടോ. ഇത് ഞാൻ വാങ്ങിച്ചത് നമ്മുടെ ഐഷാഡോ ഇട്ട് കൊടുക്കാനായിട്ടുള്ള ഒരു ബ്രഷും കൂടെ വാങ്ങിച്ചു കേട്ടോ. 650. ഈ ഒരു ബ്രഷ് അത്യാവശ്യം എൻ്റെ കയ്യിലുള്ളത് ഒരു ചെറിയ ഒരു ഇത് പറ്റി സുഖമല്ലത് ഒരെണ്ണം. അപ്പോൾ ഇത് വാങ്ങിച്ചു. പിന്നെ ഈ പറഞ്ഞ പോലെ നമുക്ക് മസ്കാര, നമ്മൾ ലാഷസ് ഒക്കെ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ലാഷസ് നന്നായിട്ടുള്ളവർക്കാണെങ്കിൽ ഞാൻ നല്ല എനിക്ക് മേബിലിൻ്റെ മസ്കാര ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നല്ല തിന്നായിട്ട് നല്ല ചുരുട്ടി വെക്കാം നമുക്ക്. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ അറിയാം. ഇത് കണ്ടോ മേബിലിൻ്റെ സൂപ്പറാണ് കേട്ടോ. ഇത് പല റേഞ്ചിലുള്ളതുണ്ടോ കേട്ടോ. 1800. ഇത് പക്ഷേ ആ വില കൊടുക്കുന്നതിനോട് എനിക്ക് യാതൊരു എതിർപ്പുമില്ല. കാരണം അത്ര സൂപ്പറാണിത്. നമ്മളിങ്ങനെ എത്ര ലോങ് ലാസ്റ്റിംഗ് ആണ്. നമ്മൾ ബ്രൈഡിനൊക്കെ സൂപ്പറായിട്ട് മസ്കാര ഇട്ട് കൊടുക്കാൻ പറ്റിയ മേബിലിൻ്റെ ഒരു ഇതായിട്ട് എനിക്ക് വലിയ ഇഷ്ടമായി. ഇത്രയും വില ഇല്ലായിരുന്നു ഇതിന് മുന്നേ ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. പിന്നെ നമ്മൾ ഇത് കാണിച്ചല്ലോ, നമ്മൾ കണ്ണെഴുതുന്ന കാഞ്ചിൽ. പിന്നെ ഞാൻ കണ്ണെഴുതുന്ന മുമ്പ് കാണിച്ചില്ല. അതിൻ്റെ ബ്രൗണും എടുത്തു, ബ്ലാക്കും എടുത്തു. ബ്രൗണും ബ്ലാക്കും നമുക്ക് അത്യാവശ്യം. പിന്നെ ഇത് ഞാൻ നെയിൽ പോളിഷാണ് കേട്ടോ. ഇത് എൻ്റെ യൂസിന് വാങ്ങിച്ചാണ് കേട്ടോ. 520 രൂപ. നല്ല സൂപ്പർ കളറാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ എല്ലാത്തിൻ്റെയും കൂടെ വാങ്ങിക്കുമ്പം, അല്ലാതെ നമ്മൾ 500 രൂപയുടെ എന്ന് പറയുമ്പോൾ ഞാൻ ചിലപ്പോൾ വാങ്ങിക്കത്തില്ല കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ എല്ലാം കൂടെ വാങ്ങിച്ചപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമായി കളർ കേട്ടോ. ഇത് നമ്മൾ 3 കോട്ടൊന്നും ഇടേണ്ട കാര്യമില്ല, 1 കോട്ട് മാത്രം ഇട്ടാൽ മതി. മൈഗ്ലാമിൻ്റെ ആയിട്ട് നല്ലതാണ്. പിന്നെ നമ്മൾ ഹെയറിനായിട്ട് കുറച്ച് സാധനങ്ങൾ, സെറ്റിംഗ് സ്പ്രേ, പിന്നെ മൂസ് വാങ്ങിച്ചു, പിന്നെ ഷൈനിങ് സ്പ്രേ, അങ്ങനെ ഹെയറിൻ്റെ അത് കേട്ടോ. ഇത് 3 ഹെയറിൻ്റെ കേട്ടോ. ഇത് നമുക്ക് ഇഷ്ടമുള്ള കമ്പനി വാങ്ങിക്കാം. എന്നാലും തീരെ ലോക്കൽ വാങ്ങിക്കരുത്. കുറച്ച് നല്ല പ്രോഡക്റ്റ്സ് വാങ്ങിക്കുക കേട്ടോ. ഇത് അങ്ങനെ ഹെയറിൻ്റേതായ ഹെയർ ഡ്രയർ, ക്രിമ്പിംഗ് മെഷീന്, അയണിങ് മെഷീന്, കേളിംഗ് മെഷീന്, ഇതെല്ലാം എൻ്റെ കയ്യിലുണ്ട്. ഇതെല്ലാം എനിക്കുണ്ട്. ഇതൊക്കെ നേരത്തെ നമ്മൾ വാങ്ങിച്ചു വെച്ചിട്ടുള്ള കാര്യമല്ല. പിന്നെ കുറേ സെറ്റിപ്പിനും ഹെയർ പിന്നും ഒക്കെ ഇതിനകത്തുള്ളത് കേട്ടോ. അപ്പോൾ
ഇത്രയും സാധനമേ നമ്മൾ വാങ്ങിച്ചുള്ളൂ. പക്ഷേ ഇത്രയേ ഉള്ളൂ ഞാൻ വാങ്ങിച്ചത്. പക്ഷേ എനിക്ക് വേണ്ടിയ എല്ലാ പ്രോഡക്ട്സും ഒക്കെ എനിക്ക് കിട്ടി. അപ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. നമുക്ക് കുറച്ച് ഇത്രയും കൂടിയ പ്രോഡക്ട്സ്, അതായത് ഇത്ര എക്സ്പെൻസീവായ പ്രോഡക്ട്സ് ഒന്നും എൻ്റെ കയ്യിലില്ലായിരുന്നു. അപ്പോൾ എനിക്കിതെല്ലാം കിട്ടിയപ്പോൾ ഒത്തിരി സന്തോഷമാണ് കേട്ടോ. നമ്മുടെ പ്രത്യേകിച്ച് ഐ മേക്കപ്പിൻ്റെ കാര്യങ്ങൾ, പിന്നെ നമ്മുടെ മാക്കിൻ്റെ ഫൗണ്ടേഷൻ കിട്ടിയത്, കൺസീലർ വാങ്ങിച്ചത്, അങ്ങനെയെല്ലാം നമ്മുടെ ഫേസിൻ്റെ കൺസീലറും ഐ മേക്കപ്പിൻ്റെ കൺസീലർ എല്ലാം നമ്മൾ, പിന്നെ കോണ്ടൂർ ചെയ്യുന്ന കാര്യങ്ങൾ, ബ്രഷസ്, എല്ലാ സാധനങ്ങളും ഇപ്പം ഓക്കെയാണ്, എല്ലാം സെറ്റാണ്. ഇനി ബ്രൈഡ് ഇങ്ങോട്ടൊന്ന് വന്നാൽ മതി നന്നായിട്ട്. അതായത് ഞാനിപ്പം ഇന്നലെ ഇരുന്നോട്ട് പറഞ്ഞു, ആദ്യം വരുന്ന ബ്രൈഡിൻ്റെ ഭാഗ്യമാണ് ആദ്യം. കാരണം മാക്കിൻ്റെ ആണെങ്കിലും ഫോറെവറിൻ്റെ ആണെങ്കിലും BSൻ്റെ ആണെങ്കിലും എല്ലാം നല്ല 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 പ്രോഡക്റ്റ്സ്, ഷുഗറിൻ്റെ ആണെങ്കിലും എല്ലാം നല്ല പ്രോഡക്റ്റ്സ്. ഷുഗറിൻ്റെ എൻ്റെ കൺസീലർ കേട്ടോ. അപ്പം എല്ലാം നന്നായിട്ടൊന്ന് ജനുവരിയിലെ ബ്രൈഡിനാണ് കേട്ടോ ഭാഗ്യം. അപ്പോൾ അതിന് മുന്നേ പക്ഷേ നമ്മുടെ ഈ ഒരു സീസണിൽ ബ്രൈഡ്സ് കുറവല്ലേ. അപ്പം എന്നെ കോൺടാക്ട് ചെയ്യാൻ, നിങ്ങൾക്ക് ബ്രൈഡൽ മേക്കപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വന്ന് ഒരുക്കി തരണമെന്ന് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ അറിയാമല്ലോ, 9656987843. നമ്മുടെ ഓയിലിനായിട്ട് നമ്മൾ പറയുന്ന നമ്പറില്ലേ, ആ നമ്പർ തന്നെയാണ് കേട്ടോ. പിന്നെ വേറൊരു കാര്യം, എവിടെ വിളിച്ചാലും അവിടെ വന്ന് മേക്കപ്പ് ചെയ്ത് തരുന്നതായിരിക്കും. ഞാനങ്ങനെ പോയി മേക്കപ്പ് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഇനി മുതൽ നമുക്ക് പോയി പാർലറിലെ കുറച്ച് വർക്ക് ഞാൻ കുറച്ച് വെച്ചിരിക്കുക. കാര്യം മടുത്തു എന്നങ്ങനെ പറയുന്ന ചിലപ്പോൾ ഒരു ദോഷമായിരിക്കും. ദോഷമെന്നല്ല, ദൈവത്തിന് ഒരു കഴിയൊന്നുമല്ല ഞാൻ പറയുന്നത്. നമുക്ക് എല്ലാ വർക്കും കൂടെ പറ്റുന്നില്ല. ഓയിലിൻ്റെ വർക്ക് ഇപ്പം ഓയിലിനെ സഹായിക്കാനായിട്ട് ഹസ്ബൻഡും കാര്യങ്ങളും മക്കളും ഒക്കെ ഉണ്ടെങ്കിലും എനിക്ക് തന്നെ കൈകാര്യം ചെയ്യണമെന്നല്ല, ഒരു ഫോൺ നമ്പറോ ഒരു എന്തെങ്കിലും ഒന്ന് തെറ്റാൻ പാടില്ല. ഇന്ന് വരെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. എങ്കിലും ഞാൻ തന്നെ അതൊക്കെ കൈകാര്യം ചെയ്യണമെന്ന് എനിക്കൊരു ആഗ്രഹം. അപ്പം ബാക്കിയെല്ലാം എല്ലാവരും ചെയ്തു തരും കേട്ടോ. എങ്കിലും അത് ഓയിൽ തയ്യാറാക്കുന്ന കാര്യവും ഓയിലിൻ്റെ അഡ്രസ്സ് എഴുതുന്ന കാര്യവും ഞാൻ ആരെക്കൊണ്ടും ചെയ്യിക്കത്തില്ല. അപ്പം ആ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമ്മുടെ പാർലറിൽ ഇപ്പം ഞാൻ എന്തെങ്കിലും ചെയ്ത് അങ്ങനെ ഓയിലിൻ്റെ കാര്യം ചെയ്യേണ്ട സമയത്ത് ഓടി ആൾ വരുന്നത്. അപ്പം ഞാൻ കുറച്ച് വിഷമിച്ച് 2-3 മാസം കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എല്ലാവരുടെ അടുത്തും പറഞ്ഞത്. പിന്നെ എന്നാലും ത്രെഡിങ് പിള്ളേരൊക്കെ വരുന്നുണ്ട്, ഞാൻ ചെയ്ത് കൊടുക്കാറുണ്ട്. ചേച്ചി വേദന അറിയാല എന്നൊക്കെ പറഞ്ഞ് വരുന്ന ത്രെഡിങ് പിള്ളേരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കഴിഞ്ഞ ദിവസം മുടി വെട്ടി അങ്ങനെ ചെയ്യുന്നുണ്ട്. എന്നാലും നമ്മൾ പഴയതുപോലെ അങ്ങനെ ഇല്ല. അപ്പം ബ്രൈഡിന് നമ്മുടെ തൊഴിൽ നമ്മൾ ഒരിക്കലും ഉപേക്ഷിക്കാൻ പറ്റത്തില്ല. എൻ്റെ തൊഴിൽ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഉപേക്ഷിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഈ ഒരു ഇതാകുമ്പോഴത്തേനും എനിക്കൊരു സന്തോഷമാണ്. എനിക്ക് അണിയിച്ചെടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ ഇങ്ങനെ വരുന്ന ബ്രൈഡൽ വർക്കുകൾ നമ്മൾ ഇനി ഏറ്റെടുക്കാൻ പോകാം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ പറയാനായിട്ട്. അതുകൊണ്ടാണ് നിങ്ങളെ ഇതെല്ലാം ഞാൻ കാണിച്ചു തന്നതും എല്ലാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്കെല്ലാം മടുപ്പായോ ഇത് കാണിച്ചപ്പോഴത്തേനും? ഇഷ്ടമുള്ളവരൊക്കെ കാണുക, അല്ലാത്തവരൊക്കെ സ്കിപ്പ് അടിച്ചു കേട്ടോ. അപ്പോൾ ഞാനിതെല്ലാം ഒന്ന് എടുത്ത് വെക്കട്ടെ, എനിക്ക് തിരിച്ച് കേട്ടോ. എൻ്റെ ബോക്സിനകത്തും എല്ലാം ഒന്ന് എടുത്ത് വെക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ടാറ്റാ, ബൈ ബൈ.